തോന്നിച്ചേ ഇന്ന് വെള്ളിയാഴ്ച ജുമാക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്ന ആള് ഒരു കണ്ണ് കാണാത്ത ആൾ, നേരെ പുറത്ത് നിൽക്കുന്ന ആള് പ്രായമായിക്കാണ്ട് സ്റ്റൂളുമ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാൾ. അപ്പോൾ പഠിച്ചവന് അവർക്ക് അത്രയും പരിമിതി വരെ കൊടുത്തിട്ടും അവർ കൃത്യസമയത്തിന് പള്ളിയൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചവന് എല്ലാ അനുഗ്രഹങ്ങളും വാരി കോരി തന്നിട്ടും നമുക്ക് കൃത്യസമയത്ത് നിസ്കരിക്കാനോ അതൊന്നും കഴിയുന്നില്ല. നാളെ മരിച്ചു ചെല്ലുമ്പോൾ നിസ്കാരത്തെ പറ്റിയൊരു ചോദ്യം വന്നാൽ ഓർക്ക് പഠിച്ചവന് പറയാനൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ എനിക്ക് വയ്യാനും എന്നുള്ളത്. പക്ഷെ നമുക്ക് പഠിച്ചവന് എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് നിസ്കരിക്കാൻ എത്തുന്നില്ല? നിസ്കാരം നമുക്കൊരു ബാധ്യതയായി മാറണം. ശരിക്കും നമ്മൾ ദുനിയാവ് എന്ന് പറഞ്ഞാൽ, ദുനിയാവ് ആഹ്റം നമ്മളെ വിജയം എന്ന് പറഞ്ഞാൽ നിസ്കാരം ഇല്ലാതെ ഇതുവരെ ആരും വിജയിച്ചിട്ടില്ല, ഇനി വിജയിക്കാണ്ട് പോകണമില്ല. പഠിച്ച് തന്നിട്ടുണ്ടാവും, തരുന്നത് അതേമാതിരി പഠിച്ച് ഏതെങ്കിലും വൈക്കറും കളയുന്നുണ്ടാവും. അപ്പം നമ്മൾ എന്തായാലും വെച്ചാൽ 5 വക്ത് നിസ്കാരം അത് മാക്സിമം നമ്മൾ നിലനിർത്താൻ വേണ്ടി നോക്കുക. പിന്നെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര, എൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആൾ കണ്ണ് കാണാത്ത ആളും മറ്റേ ഭാഗത്ത് അയാൾ ചെയറിൽ ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാർ വരെ, പഠിച്ചവനെ പരിമിതികൾ കൊടുത്ത ആൾക്കാർ വരെ പഠിച്ചവനെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ച അനുഗ്രഹങ്ങൾ തന്നെ നമുക്ക് എന്താ സ്നേഹിക്കാൻ പറ്റാത്ത ഇതിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് ഗൗരവത്തിലെടുക്കുക.